മിന്നിച്ചേക്കണേ. അയ്യോ, തുടക്കത്തിൽ തന്നെ നടുവാണല്ലോ മിന്നിയത്. ഇടത് മാറി, വലത് മാറി. തെറ്റിദ്ധരിക്കരുതേ, ഇത് ഞാൻ കളരി പ്രാക്ടീസ് ചെയ്തതാ. അയ്യോ, ഞാനൊരു പാവം കളരിയാശാനാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. ആശാനെ ഓടണ്ട, ഞാൻ ആശാനെ തല്ലാൻ വന്നല്ല. ആരാ? ഞാൻ അധ്യാപകനാ. പ്രസന്റ് സാർ. അല്ല, എന്താ സാർ ഇവിടെ വന്ന്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. ഞാൻ കളരി പഠിക്കാൻ വന്ന ആശാനിക്ക്. ആ, കളരി പഠിക്കാൻ വന്നാളോ? അല്ല, സാറന്മാരെന്താ ഇപ്പൊ കളരി പഠിക്കണേ? ആശാനെ, ഈ 2K കിഡ്സ് പിള്ളേര് വന്നതിന് ശേഷം ആകപ്പാടെ പ്രശ്നങ്ങളാ. ഈ വടിവാളും കുടിവാളൊക്കെ നടക്കുന്ന പിള്ളേരല്ലേ? അതേന്നെ. അവരൊന്നും വിളിച്ചത് പെടല്ലേ? ഞാൻ പെട്ട്. ഇവന്മാര് വടിവാളും ഒക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ അറിയാതെ എന്ന് ഉപദേശിച്ച് അന്ന് മുതൽ അവന്മാർക്ക് എന്നോട് ദേഷ്യവാ. ഞാൻ എതിലേ പോയാലും ഇരുട്ടടിയാ. ആശാൻ ഇരുട്ടടി ഒന്ന് മാറ്റിത്തരണം. ഇരുട്ടടി മാറ്റിത്തരാം. ഉച്ചക്ക് 12 മണിക്കാക്കി തരാം. 12 മണിക്കാക്കാൻ പറ്റുമോ? പിന്നെ പഞ്ചായത്ത് കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്താ പോരെ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? എന്റെ സാർ, ഈ രാത്രി ഇടിക്കുന്നതാണ് ഇരുട്ടടി എന്ന് പറയുന്നത്. അത് ഉച്ചക്കാക്കി കഴിഞ്ഞാൽ ഇരുട്ടടിക്ക് ഈഗോ അടിക്കല്ലേ? ഈഗോ ഒന്നല്ല. ആശാനെ, ഞാൻ രാത്രി ഒറ്റയ്ക്ക് നടന്നു വരുമ്പോ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായി എന്ത് ചെയ്യും? ആംബുലൻസ് വിളിക്കണം, ഹോസ്പിറ്റലിൽ പോകണം, വേറെ ഒരു മാർഗവുമില്ല. ആശാനെ, അതല്ല, എനിക്ക് ഇവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നൊരു അടവുകൾ പഠിപ്പിച്ചു തരണം. അടവ് പഠിപ്പിച്ചേ? എന്റെ കയ്യിൽ പൂഴിക്കടകമുണ്ട്. എന്റെ കാല കുഴിനകമുണ്ട്. അയ്യോ, അതല്ലെന്ന്. പിന്നെ ഞാൻ കുറെ മർമ്മങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. അച്ഛനെ മർമ്മങ്ങൾ പഠിപ്പിച്ചു തരണം. എത്രയും പെട്ടെന്ന് എന്റെ കർമ്മം നടക്കും. സ്കൂളിൽ പ്രാസ കോമഡിയാണോ പഠിപ്പിക്കുന്നത്? അല്ല, കോമഡി പറഞ്ഞതുകൊണ്ടാ. അത് പറഞ്ഞു നിൽക്കാതെ എന്നെ കളറി പഠിപ്പിക്കും. കരിക്കാണെങ്കിൽ അവിടെ ഇട്ടേര്, തേങ്ങ അടുക്കള കൊണ്ട് കൊടുക്ക. നമുക്ക് ചമ്മന്തി എടുക്കാം. കളറി പഠിപ്പിച്ചല്ലേ? എന്റെ സാറേ, കളറിക്കുന്ന പണ്ടത്തെ പോലെ മാർക്കറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ കളറിക്കണം, ചിലപ്പോ കൊപ്രാക്കളാക്കി മാറ്റാൻ. കൊപ്രാക്കളോ തേങ്ങാക്കളോ എന്ത് വെള്ളാക്കി എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടവ് പഠിപ്പിച്ചു തന്നാൽ മതി. ഞാൻ പഠിപ്പിക്കാം. ഇതെന്താണ്? അത് എല്ല്. ഉള്ളി. ഇതെന്താണെന്ന്? അത് തോള്. അല്ല, പിന്നെ കളരിയിൽ തോൾസ്. ഇതെന്താണ്? അത് കൈസ്. അപ്പൊ ഇതെന്താണ്? കാൽസ്. അപ്പൊ ഇതെന്താണ്? ഫുട്സ്. അപ്പൊ ഇതെന്താണ്? പൈൽസ്. ശുഭലക്ഷണം. ചോരയാണ് കണ്ടിരിക്കുന്നത്. ഈ കരാട്ട കണ്ടുപിടിച്ചാരാന്ന് എനിക്കറിയത്തില്ല. കളർ കണ്ടുപിടിച്ചതാരാ? കളർ കണ്ടുപിടിച്ചാരാന്നാ? കളിയുടെ കാണാതെ പോട്ടില്ല. എന്റെ കളി പിടിക്കില്ലേ? ആരും കാണാതെ പോട്ടില്ല. ആശാനെ, എങ്ങനെ കളരി ഒന്ന് പഠിപ്പിച്ച് തന്നാ മതി. കളരി ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ പല ചിട്ടവട്ടങ്ങളുണ്ട്. എന്ത് ചിട്ടവട്ടം? മദ്യപിക്കാൻ പാടില്ല. മദ്യപിക്കാൻ പാടില്ലേ? ഈ മദ്യം ഉണ്ടല്ലോ, സ്ലോ പോയിസനാ. ആണോ? പതിയെ 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 മരിക്കും. പതിയെ മരിച്ചാ മതി. എനിക്ക് ധൃതിയില്ല. ശരി, ഞാൻ ഒരു അടവ് പഠിപ്പിച്ചു തരാം. പഠിപ്പിച്ചു. ചെണ്ട കൊണ്ടുന്ന അടവാണോ? അയ്യോ, ചെണ്ട കൊട്ടിയതല്ല, ഞാൻ ആലോചിച്ചതാ. സാറെങ്ങാണ് ആലോചിക്കുന്നത്? അത് താളമുണ്ടോ? ഇല്ല. അല്ല, ലയമുണ്ടോ? ഇല്ല. താളത്തിലാലോചിക്കൂ. കില്ലട 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 കില്ലട. കിട്ടി. എന്നെ തല്ലാൻ വരാൻ നേരത്ത് ഞാൻ എടുക്കുന്ന ഒരു അടവുണ്ട്. അത് ഞാൻ സാറിന് പറഞ്ഞുതരാം. പഠിപ്പിച്ചതാശാനെ. ഇടത് മാറി, വലത് മാറി, കുനിഞ്ഞു നിന്ന്, നേരെ നിന്ന് തല്ലാൻ വന്നതെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. അവരെ പേടിച്ച് പൊക്കോളും. അയ്യോ, ഞാൻ മലയാള അധ്യാപകനാ, അറബി അധ്യാപകനല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അയ്യോ, അറബി എഴുതി വെച്ചിരിക്കുന്നു. അയ്യോ, അറബിയല്ലത്. ഇനി ഒന്ന് വായിച്ചേ. ആശാൻ പൊട്ടനാണ്. ആരാണ് പൊട്ടൻ? ഇങ്ങനെ എഴുതി വെച്ചാലേ ആൾക്കാർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. സാറിന് ഞാനിപ്പോ തല്ലാൻ പോവാ. രാത്രിയാണോ പകലാണോ? ഇപ്പൊ തല്ലാൻ പോകുന്നു. ഇപ്പോഴാണ് ഞാൻ വാരിട്ടിരിക്കും. ഇനി ഒന്ന് വായിച്ചേ. ഞാൻ പാവപ്പെട്ട ഒരു കളരിയാശാനാണ്. എനിക്ക് 3 അറ്റാക്ക് കഴിഞ്ഞതാണ്. എന്നെ തല്ലിയ നിങ്ങൾക്ക് പണി കിട്ടും. ഇപ്പൊ കൃത്യമായിട്ട് വായിക്കാലോ. എന്താ സംഭവം അറിയോ? എന്താ സംഭവം? നമ്മളെ തല്ലാൻ വന്നവര് നമ്മുടെ കൈ തിരിച്ചോടിക്കാൻ വേണ്ടിട്ട് തിരിക്കും. അവർക്ക് സുഖമല്ലേ വായിക്കാൻ? ഒരു ബുദ്ധി. ഹലോ ഹലോ. അയ്യോ അയ്യോ, അമ്മേ അമ്മേ, ഇങ്ങോട്ട് വരുന്നോ? അത് രാത്രി ആയില്ലല്ലോ. അച്ഛൻ എന്നെ വിളിച്ചാരറിയോ? അച്ഛനാ വിളിച്ചത്. എന്നെ സ്ഥിരമായിട്ട് അടിക്കുന്നവന്മാരെ എന്നെ തപ്പി വീട്ടിൽ ചെന്ന്. അപ്പൊ ഞാൻ ഇവിടെ കളരി പഠിക്കാൻ വന്ന അമ്മ അറിഞ്ഞു. അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് വരട്ടെ. സാറിന്റെ ശരീരത്ത് ഒരു തുള്ളി മണ്ണ് പോലും വീടാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, എന്നെ തല്ലാനല്ല വരുന്നത്. പിന്നെ എന്നെ കളരി പഠിപ്പിക്കുന്ന ആശാനെ തല്ലാനാ വരുന്നത്. എന്റെ പിള്ളേർക്ക് അച്ഛനല്ലാതാകുവേ. ഞാൻ മര്യാദക്ക് ഇവിടെ ഒറ്റയ്ക്ക് കളരി പഠിച്ചിട്ടിരുന്ന എന്തിനാ എന്നെ കൂടെ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചത്? അച്ഛൻ അമ്മമാര് വരുന്നു തോന്നുന്നു. തെക്ക് ഭാഗത്തൊരു മാവുണ്ട്. അവര് വന്ന് എന്നെ തല്ലി കൊല്ലുകയാണെങ്കിൽ ആ മാവ് വെട്ടി എന്നെ അവിടെ തന്നെ ദഹിപ്പിച്ചേക്കണം. ആശാനെ, ഈ മാവ് വെട്ടിയതിൽ എനിക്കൊരു സംശയമുണ്ട്. ഇറങ്ങിപ്പോടാ സംശയ രോഗി.
അങ്ങനെ സ്കിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഇനി ബാക്കി നമുക്ക് ശ്വേത ചേച്ചിനോട് ചോദിക്കാം. ശ്വേത ചേച്ചി, സൂപ്പർ സ്കിറ്റ്. എനിക്ക് മൂപ്പരുടെ എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളരി ആശാന്റെ സൂപ്പർ എനർജി ആയിരുന്നു. നിങ്ങളുടെ എന്താ പറയാ പഠിക്കാൻ വന്ന ആ ഒരു ക്യൂരിയോസിറ്റി അതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ മൂപ്പരാണ് ഇന്നത്തെ സ്റ്റാർ. ജ്യോതിഷേട്ടൻ എനിക്ക് ഇടയ്ക്ക് അവിടെ കാണുമ്പോഴേ ഒരു ലാലന്റെ ഫിഗറൊക്കെ പിടിക്കുന്നുണ്ട്. ഡൗട്ട് ഇടയ്ക്ക് അറിയാതെ വരുന്നതാ. അല്ലെ അറിയാതെ ഇവിടെ കാണിച്ച് ഇവിടെ പെർഫോം ചെയ്ത കഥയ്ക്ക് എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറിയെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? ചേട്ടാ നോക്കാം, വാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ. ഇവിടുത്തെ ഇന്നത്തെ തുടക്കം കൊള്ളാം. 22,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അറിയാലോ, ഇനി വരുന്ന സ്റ്റേജുകളിൽ ഇവിടെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് എമൗണ്ട് കൂടണം. അത് 50,000 എത്തുവാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലേക്കുള്ള എൻട്രി ടിക്കറ്റും ലഭിക്കും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ചേച്ചി റെഡി ചെയ്തോ. 22,000 സൂപ്പർ, ക്രെഡിറ്റ് ആയിരിക്കാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. കോമഡി